പവർ ഫാക്ടർ കറക്ഷൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ചിലവർ കാൽക്കുലേറ്ററിൽ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഡൗട്ട് ചോദിച്ചിരുന്നു. ഞാൻ സിമ്പിളായിട്ട് മൊബൈലിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോമുല എന്താണെന്നുള്ളത് കൂടി ഒന്ന് റീവൈൻഡ് ചെയ്യാം. നമുക്ക് കപ്പാസിറ്റർ പാനലിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന kVARലാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോട്ടൽ എത്രയാണ് മാക്സിമം ഡിമാൻഡ് അത് ഇൻ കിലോ വാട്ട് നമുക്ക് കിട്ടണം. അത് മൾട്ടിപ്ലൈഡ് ബൈ tan⁵1 മൈനസ് tan⁵2. അതിൽ tan⁵1 tan⁵2 ഡിറൈവ് ചെയ്യുന്നത് cos⁵1 cos⁵2 ആണ്. cos⁵1 ആണ് ഇനിഷ്യൽ പവർ ഫാക്ടർ. നോർമലി ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സൂപ്പർവൈസർ ലൈസൻസിൻ്റെ പ്രോബ്ലത്തിലൊക്കെ പറയുന്നത് നമ്മൾ വേസ്റ്റ് കേസ് സിനാരിയോയിൽ 0.8 ഒക്കെയാണ് എടുക്കാറ്. ഇനിഷ്യൽ പവർ ഫാക്ടർ 0.8 ആണ്. അതിൽ നിന്നൊരു 0.97ലേക്ക് 98ലേക്കൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ cos⁵1 0.8ഉം cos⁵2 0.98ഉം ആണ്. അപ്പോൾ ഞാനത് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാൽക്കുലേറ്ററിലെ ഫങ്ഷൻസ് എടുത്ത് നോക്കിയാൽ കാണാം. ഇവിടെ സൈൻ, കോസ്, ടാൻ, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് കാണാം. അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ കുറച്ച് ഐഡിയ തരാൻ വേണ്ടി കോസ് ഓഫ് ഇപ്പോൾ 30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.86 ആണ്. അതായത് നമ്മൾ 10ാം ക്ലാസ്സിൽ ഞാൻ ബേസിക് മാത്സ് എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോസ് ഇട്ടുണ്ട്. അത് അതിന് വേണ്ടിയിട്ട് കോസ് 30 എന്ന് പറഞ്ഞാൽ 30 കോസ് കഴിഞ്ഞിട്ടിടുന്ന ബ്രാക്കറ്റിലുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ആംഗിളായിരിക്കും. ഒന്നുമില്ലെങ്കിൽ അത് ഡിഗ്രിയിലായിരിക്കും, അല്ലെങ്കിൽ റേഡിയൻസിലായിരിക്കും. ഇപ്പോൾ ഇതൊരു ഡിഗ്രി മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡിഗ്രി മോഡിലാണെന്ന് ഉറപ്പ് വരുത്തുകയും വേണം നമ്മൾ. അപ്പോൾ നോർമലി ഈ ഒരു പർട്ടിക്കുലർ കാൽക്കുലേറ്റർ, ഒരു ബേസിക് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് കാൽക്കുലേറ്റർ എന്നൊക്കെ പറഞ്ഞൊരു ആപ്പാണ് ഡൗൺലോഡ് ചെയ്തേക്കണേ. അതിൽ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ കിടക്കുന്നത്. നമ്മൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എടുക്കുമ്പോൾ അത് ഡിഗ്രി തന്നെയാണ്. ഇപ്പോൾ ഡിഗ്രിയിലാണ്. ഇപ്പോൾ റേഡിയനിലാണെങ്കിൽ വേറെ ആൻസറിങ് തന്നെ. ഇപ്പോൾ ഡിഗ്രിയിലാണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ cos 30 എന്ന് പറഞ്ഞാൽ 0.86 എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ cos 45 എന്ന് പറഞ്ഞാൽ അതിലൊരു ആൻസർ വരും 0.707. ഇപ്പോൾ cos 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന് പറഞ്ഞ് കിട്ടും. cos 90 ഇട്ട് എടുത്താൽ 0 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതിൻ്റെ കുറച്ച് ഗ്ലിംസസ് ആണ് തിരിച്ച് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ കാൽക്കുലേറ്റർ സിമ്പിളായിട്ട് നമുക്കതിൽ ഉപയോഗിക്കാം. എന്നെ ഈ വീഡിയോ ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പലർക്കും അത് ചെയ്യാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദിച്ചിരുന്നു. അതുകൊണ്ട് മാത്രം ചെയ്യുന്നത്. അറിയാവുന്നവർ ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോസ് ഓഫ് ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ആംഗിൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് അങ്ങനെ cos⁵1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ cos⁵1 = 0.8 എന്നും cos⁵2 = 0.97 നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് ആംഗിൾ ⁵1 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 30 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുത്തില്ലേ, അതിന് പകരം എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. ⁵2 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയില്ല. പക്ഷേ cos⁵1 = ഇത്ര ഡിഗ്രിയാണ്. ഇനിഷ്യൽ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ cos⁵1 എന്ന് പറഞ്ഞാൽ ആൻസർ 0.8 എന്നാണ്. അതേപോലെ cos⁵2ൻ്റെ ആൻസർ 0.98 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു. അപ്പോൾ നമുക്കിനി അതിൽ നിന്ന് ഈ ആംഗിൾ എത്ര ഇട്ടാലാണ് ആ 0.8ഉം ഈ ⁵1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, cos 30 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 0.808 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് കൃത്യം 0.8 വരണമെങ്കിൽ എത്ര ഇട്ട് കൊടുക്കണം, ഈ ⁵1ന് എത്ര അങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതേപോലെ cos⁵2 ഞാൻ 0.98 എന്ന് പറഞ്ഞ് എടുക്കുന്നു. അപ്പോൾ അത് എത്ര ആ ⁵2ന് എത്ര ഇട്ടാലാണ് ആ 0.98 തന്നെ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അത് നമ്മളിങ്ങനെ ഊഹിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിങ്ങനെ വെറുതെ cos 32 എന്നൊക്കെ പറഞ്ഞിട്ടെടുത്താൽ 0.84 എന്ന് കിട്ടി. cos 33 എന്നിട്ടാൽ 0.83 എന്ന് കിട്ടി. ഇപ്പോൾ 36 എന്നിട്ട് കൊടുത്താൽ 0.80 സംതിങ് കിട്ടി. അപ്പം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഊഹിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ആ ⁵1ൻ്റെ വാല്യൂ 36 സംതിങ് ആണെന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഊഹിച്ച് കണ്ടുപിടിക്കാം. അതിൽ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫങ്ഷൻ ഉണ്ട്. ഓക്കെ. അത് ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ ⁵1 കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഫംഗ്ഷനാണ് കോസ് ഇൻവേഴ്സ് ഓഫ് നമുക്ക് 0.8 ഇട്ട്, അതായത് 36.86 എന്നായിരുന്നു ഞാൻ നേരത്തെ കോസ് ഓഫ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കൃത്യ ആൻസർ കിട്ടിയാണ് 0.8 എന്ന് പറയുന്നത്. അതായത് ആ ⁵1 എന്ന് പറഞ്ഞ ആംഗിൾ 36.86 ആണെന്നാണ് പ്രാഥമിക നിഗമനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് cos⁵ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. കോസ് ഓഫ് 36.86 ഇടുമ്പോൾ കണ്ട 800 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം എങ്ങനെയാണ്. ഇവിടുത്തെ ഫംഗ്ഷൻ എടുക്കുന്നു, കോസ് ഇൻവേഴ്സ് ഓഫ് 0.8. അപ്പോൾ ⁵1ൻ്റെ വാല്യൂ 36.869 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് കോസ്
കോസ് ഇൻവേഴ്സ് 0.8, അതായത് 5.1 എന്ന് പറയുന്ന വാല്യൂ. സിമിലർലി നമുക്ക് 0.98 വേണമല്ലോ. കോസ് ഓഫ് എന്ത് ചെയ്താലാണ് 0.98 വേണ്ടതെന്ന് അറിയാൻ വേണ്ടി കോസ് ഇൻവേഴ്സ് 0.98 എടുത്താൽ മതി. അതായത് 11.47 ഇട്ടാലാണ് നമുക്ക് കോസ് ഓഫ് 11.47 ഇടുമ്പോഴാണ് നമുക്ക് ആൻസർ 0.98 കിട്ടുന്നത്. അതായത് ഫസ്റ്റ് കണ്ടീഷനിൽ 5.1 എന്ന് പറഞ്ഞാൽ 36.86ഉം സെക്കൻഡ് കണ്ടീഷൻ 11 ഇപ്പോൾ കിട്ടിയ 4.2 അതാണ് കിട്ടിയേക്കുന്നത്. ഒന്നും കൂടി അത് ചെയ്ത് നോക്കാം. കോസ് ഇൻവേഴ്സ് 0.98 എത്ര? 11.47. അപ്പോൾ നമുക്ക് 36.86 5.1ഉം 11.47 5.2ഉം കിട്ടി. അപ്പോൾ നമ്മളത് എന്തിനാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? 5.1ന് 5.2ന് വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇവിടെ ആൻസറിലേക്ക് ഫൈനലി സബ്സ്റ്റിറ്റ്യൂട്ട് കിലോ വാട്ട് ഇൻറ്റു tan 5.1 - tan 5.2 നമുക്ക് ചെയ്യണം. അപ്പോൾ 5.1 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ 36.86 ആണ്. 5.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11.47 ആണ് കണ്ടുപിടിച്ചു. ഇനി ഇത് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കാം. ആ ഫോമിൽ ഇതിലൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഉദാഹരണത്തിന് 100 കിലോ വാട്ടാണ് നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് കരുതുക. അപ്പോൾ അത് ഗുണനം ബ്രാക്കറ്റ് ഇട്ട് വേണേൽ ചെയ്യാനല്ല. അപ്പോൾ ടാൻ ഓഫ് 5.1 ആണ്. 5.1 നമുക്ക് എത്ര കിട്ടിയത്? 36.86 ആണ്. അപ്പോൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. മൈനസ് ടാൻ ഓഫ് ഇവിടെ നിന്ന് തന്നെ എടുക്കുക. ടാൻ ഓഫ് 5.2 എത്രയായിരുന്നു? 11.47 ആയിരുന്നു. 74 അല്ല 47. ഓക്കെ. അപ്പോൾ എന്നിട്ട് ആ ബ്രാക്കറ്റ് മൊത്തത്തിലൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 കിലോ വാട്ടിൻ്റെ ലോഡിന് വേണ്ടി 54.68, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏതാണ് 55 kVAR അല്ലെങ്കിൽ 60 kVAR ഒരു കപ്പാസിറ്റർ പാനൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പവർ ഫാക്ടർ 0.8 നിന്ന് 0.98 ഇമ്പ്രൂവ് ആവുന്നതാണ് ഈ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഈ നമ്മുടെ ഒറിജിനൽ കാൽക്കുലേറ്റർ ചെയ്യണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 100 ഇൻറ്റു tan 5.1ൻ്റെ സ്ഥാനത്ത് 36.86ഉം tan 5.2ൻ്റെ സ്ഥാനത്ത് 11.47 ചെയ്യുന്നത്. അതായത് 55 kVAR അല്ലെങ്കിൽ 60 kVAR ഒക്കെ തൊട്ടടുത്ത് നമ്മളൊരു ചിലപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യും. 60ലേക്കൊക്കെ നമ്മൾ വയ്ക്കും. 55ആണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഉത്തരം. ഞാൻ 100 കിലോ വാട്ടിൻ്റെ ലോഡിനാണ് പറഞ്ഞത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഏത് കിലോ വാട്ടിൻ്റെ നോക്കാം. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു 200 kVAR ലോഡ് അല്ലെങ്കിൽ കിലോ വാട്ടിൻ്റെ ലോഡ് വന്നാൽ നമുക്ക് 110ൻ്റെ ഒരു കപ്പാസിറ്റർ പാനൽ വയ്ക്കണം. 110 kVAR കപ്പാസിറ്റർ പാനൽ വയ്ക്കണം. ഇത് ഇവിടെ കൊടുക്കേണ്ടത് മാക്സിമം ഡിമാൻഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാം.